നമസ്കാരം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ സുദൃഢമാക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളിലെയും പ്രത്യേക സൈനിക വിഭാഗങ്ങൾ പങ്കെടുക്കുന്ന വജ്രപ്രഹർ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ 16ാമത് പതിപ്പിന് ഹിമാചൽ പ്രദേശ് വേദിയാകുന്നു. ഫെബ്രുവരി 23, അതായത് ഇന്ന് മുതൽ മാർച്ച് 15 വരെ ബക്ലോയിലെ സ്പെഷ്യൽ ഫോഴ്സ് ട്രെയിനിങ് സ്കൂളിലാണ് ഈ വിപുലമായ പരിശീലന പരിപാടി നടക്കുന്നത്. ആഗോളതലത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഇരു രാജ്യങ്ങളിലെയും സൈന്യങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസവും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. സ്പെഷ്യൽ ഓപ്പറേഷൻസിലെ നൂതന തന്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും പരസ്പരം പങ്കുവയ്ക്കുന്നതിലൂടെ പ്രതിരോധ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം അമേരിക്കയിലെ ഐഡഹോയിൽ വെച്ചാണ് 15ാമത് വജ്രപ്രഹർ നടന്നതെങ്കിൽ ഇത്തവണ അത് ഇന്ത്യയുടെ മണ്ണിലേക്ക് എത്തുമ്പോൾ വലിയ സവിശേഷതകളാണുള്ളത്. ഇന്ത്യൻ സൈന്യത്തിലെ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റുകളും US ആർമിയുടെ പ്രശസ്തമായ ഗ്രീൻ ബെററ്റ്സ് വിഭാഗവുമാണ് ഈ പോരാട്ട വീര്യത്തിൽ അണിനിരക്കുന്നത്. മരുഭൂമികൾക്കും അർദ്ധ മരുഭൂമികൾക്കും സമാനമായ ഭൂപ്രകൃതിയിൽ സംയുക്ത സൈനിക നീക്കങ്ങൾ നടത്തുന്നതിലുള്ള വൈദഗ്ധ്യം ആർജിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രധാന അജണ്ട. യാഥാർത്ഥ്യബോധമുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തി നടത്തുന്ന കഠിനമായ പരിശീലനത്തിലൂടെ ഇരു വിഭാഗങ്ങൾക്കും തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്തുവാനും സങ്കീർണമായ മിഷനുകൾ വിജയകരമായി പൂർത്തിയാക്കാനുമുള്ള ശേഷി കൈവരിക്കാനും ഇതിലൂടെ സാധിക്കും. മുൻകാലങ്ങളിൽ നടന്ന വജ്രപ്രഹർ പരിശീലനങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യോമസേനയുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സജീവ പങ്കാളിത്തം ശ്രദ്ധേയമാണ്. 2023 മേഘാലയയിലെ ഉംറോയിൽ നടന്ന പരിശീലനത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള പ്രകടനങ്ങളും ഷിലോങ്ങിലെ ഉമിയം തടാകത്തിൽ നടന്ന ഹെലോകോസ്റ്റിംഗ് ഓപ്പറേഷനുകളും സൈനികരുടെ കൃത്യതയും പ്രൊഫഷണലിസവും വെളിവാക്കിയിരുന്നു. ഇത്തരം പരിശീലനങ്ങൾ ശത്രുവിനെ അപ്രതീക്ഷിതമായി നേരിടുന്നതിനും ഏത് ദുർഘടമായ സാഹചര്യത്തിലും സൈന്യത്തെ വിന്യസിക്കുന്നതിനും സഹായിക്കുന്നു. സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിനും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കരുത്തുറ്റ സാന്നിധ്യമാകുവാനും ഇത്തരം സംയുക്ത നീക്കങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഇതോടൊപ്പം തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുന്നതിനായി വായുശക്തി 26 എന്ന ബൃഹത് അഭ്യാസം ഫെബ്രുവരി 27 ജയ്സാൽമീറിലെ പൊഖ്രാനിൽ നടക്കും. ശത്രുവിനെ നിഷ്പ്രഭമാക്കുവാനും യുദ്ധമുഖത്ത് പെട്ടെന്ന് പ്രതികരിക്കാനുമുള്ള വ്യോമസേനയുടെ ശേഷിയാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത്. തേജസ്, റഫാൽ, ജാഗ്വാർ, മിറാഷ് 2000, സുഖോയ് 30 തുടങ്ങിയ യുദ്ധവിമാനങ്ങൾക്കൊപ്പം അപ്പാച്ചെ, ചിനൂക്ക് തുടങ്ങിയ ഹെലികോപ്റ്ററുകളും ഈ അഭ്യാസത്തിൽ അണിനിരക്കും. കേവലം യുദ്ധതന്ത്രങ്ങൾ മാത്രമല്ല, പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും യുദ്ധബാധിത പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുമ്പോഴും വ്യോമസേന നടത്തുന്ന മാനുഷികമായ ഇടപെടലുകളും വായുശക്തിയിലൂടെ അടയാളപ്പെടുത്തും. അത്യാധുനിക ആയുധശേഖരങ്ങളായ ആകാശ്, സ്പൈഡർ മിസൈൽ സംവിധാനങ്ങൾ, ഡ്രോണുകളെ പ്രതിരോധിക്കുവാനുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം പകലും രാത്രിയുമായി നടക്കുന്ന ഈ അഭ്യാസങ്ങളിൽ പരീക്ഷിക്കപ്പെടും. വജ്രപ്രഹർ, വായുശക്തി തുടങ്ങിയ സൈനിക അഭ്യാസങ്ങൾ ഇന്ത്യയുടെ സൈനികമായ സ്വാധീനത്തെയും മറ്റ് ലോകശക്തികളുമായുള്ള സൗഹൃദത്തെയും കൂടുതൽ ആഴത്തിലുള്ളതാക്കുന്നു. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആഗോള സുരക്ഷയിൽ ഇന്ത്യ വഹിക്കുന്ന നിർണായകമായ പങ്ക് ഇത്തരം സംയുക്ത സംരംഭങ്ങളിലൂടെ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.